നശിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടേ കൊടുക്കുള്ളൂ. അങ്ങനെയല്ലല്ലോ നമ്മുടെ മനസ്സുണ്ടാകേണ്ടത്. ഏതായാലും എനിക്കത് കിട്ടൂല, പിന്നെ അയാൾ വന്നാട്ടെ, അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാണ് ആ മുസ്ലിം സഹോദരൻ. അലി റളിയല്ലാഹു അൻഹു പോകാൻ ഇറങ്ങുമ്പോ ആ മുസ്ലിം സഹോദരൻ വിളിക്കുന്നു, പോകല്ല അമീറുൽ മുഅ്മിനീൻ, ആ പടത്തൊപ്പി നിങ്ങളുടേതാണെന്നതിന് വേറെ ഒരു സാക്ഷിയുണ്ട്. ആരാ പറയുന്നത്? പ്രതിപക്ഷത്തുള്ള മജൂസി. ആരാ സാക്ഷി? നിങ്ങൾ. അത് ഞാൻ തന്നെ. ഞാൻ സാക്ഷി പറയുമ്പോൾ നിങ്ങളുടേതാണെന്നതിന് ഞാനതിന് സാക്ഷിയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുന്നു, ഇതെന്തൊരു മതമാണ്, ഇതെന്തൊരു നീതിയാണ്, ഇതെന്തൊരു നേതൃത്വമാണ്, ഇതെന്തൊരു അച്ചടക്കമുള്ള അനുയായികളാണ്. സുബ്ഹാനല്ലാഹ്. കോടതിയുടെ വിധി അംഗീകരിക്കുന്നു. ആ അച്ചടക്കമുള്ള സമുദായമായി നിങ്ങളെ പിന്നിലാളുകൾ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ നീതി അനുസരിച്ച് വിധിക്കുന്നു. നിയമം മാറുന്നില്ല, മാറ്റുന്നില്ല. അവിടെ ലാഭനഷ്ടം നോക്കുന്നില്ല. അതിനാൽ ഈ നീതി പുലർത്തുന്ന സമുദായത്തിലൊരു മെമ്പറാകാൻ ഞാനും ഇഷ്ടപ്പെടുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മുസ്ലിം സഹോദരൻ മുസ്ലിമാകുന്നു. അലി റളിയല്ലാഹു അൻഹു കൊടുത്ത പടത്തൊപ്പി തിരിച്ചു ചോദിച്ചിട്ടില്ല. കാരണം കൊടുത്തത് മടക്കി വാങ്ങുന്നത് മാന്യതയല്ല. അവിടുന്ന് പറയുന്നു, ആ പടത്തൊപ്പിക്ക് പുറമേ ഞാൻ നിനക്കൊരു കുതിരയെയും കൂടി തരുന്നു. അൽഹംദുലില്ലാഹ്. ഇങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടത്. ഇസ്ലാമിൽ പ്രകോപനത്തിന്റെ പ്രബോധനമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളിയിൽ വെച്ച് വിളിച്ചു പറയുന്നു, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നീ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു പ്രകോപനം വേണ്ട. ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നാ പറയുന്നത്. നിങ്ങൾക്കും ചിന്തിക്കാം, അല്ലാഹു തന്നെയല്ലേ ഏകനായ ആരാധ്യൻ. സുബ്ഹാനല്ലാഹു. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അൽ ഹിക്മത്ത് കൊണ്ട് പ്രബോധനം നടത്തണമെന്ന് ഖുർആൻ. ആ പ്രബോധനത്തിൽ ഏറ്റവും ഉയർന്ന പ്രബോധനമാണ് ബാങ്ക്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, പരിപൂർണമായ പ്രബോധനം എന്നാണ് ബാങ്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ആർക്കും ചിന്തിക്കാം. ഉറപ്പല്ലേ? ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ്, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ് ഫിർഔൻ ലോകത്ത് വന്നു. പക്ഷെ ആ ഫിർഔനിനെ ചിന്തിച്ചുകൂടെ? ദൈവമായി ചമയുന്നവർക്ക് ചിന്തിച്ചുകൂടെ? ദൈവമായി സ്വീകരിക്കുന്നവരും അവന്റെ ബാപ്പയും ബാപ്പന്റെ ബാപ്പയും ഉണ്ടാകുന്നതിന് മുമ്പ് സൂര്യനില്ലേ, ചന്ദ്രനില്ലേ, നക്ഷത്രമില്ലേ, ഭൂമിയില്ലേ, വസ്തുക്കളില്ലേ? വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽഅർളി വമാ ത്വഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്ന രാജാവായ അല്ലാഹ്, ഹിദായത്തിന്റെ വെളിച്ചം ലഭിക്കാൻ തന്നെ ചിന്തിക്കാനല്ലേ സൂര്യനെ മുൻനിർത്തി സത്യം ചെയ്തു, ചന്ദ്രനെ മുൻനിർത്തി സത്യം ചെയ്തു, പകലിനെ മുൻനിർത്തി സത്യം ചെയ്തു. വെറുതെ പറയാ, അബൂജഹലിന് തെളിവിട്ടാഞ്ഞിട്ടാണോ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറഞ്ഞില്ലേ, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ കദ്ദബത് സമൂദ് ബിതവാഹാ. തെളിവ് കിട്ടാനിട്ടാണോ സമൂദ് എന്ന് പറയുന്ന വിഭാഗം സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചോദ്യം ചെയ്തത്? സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ജനങ്ങൾ, ഓ സാലിഹേ, നീ അള്ളാഹുവിന്റെ ദൂതരാണെന്നാ പറയുന്നത്, ഞങ്ങളെ പോലത്തെ മനുഷ്യനല്ലാതാ പറയുന്നു.
നീ ഞങ്ങളെപ്പോലും സാധാരണക്കാരൻ അല്ലാന്നാ പറയും. എന്നാ നീ തെളിവ് തരൂ. എന്താ തെളിവ് വേണ്ട മക്കളെ? ഈ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരൊട്ടകം പുറത്തു വരട്ടെ, പാറന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകം പുറത്തു വരട്ടെ. നീ അള്ളാന്റെ ആളല്ലേ? സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ. എന്നാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാ നിങ്ങൾ വിശ്വസിക്കോ? കുടുംബക്കാരാ, നാട്ടുകാരാ? എന്നാ നിങ്ങൾ വിശ്വസിക്കോ? ഓ, വിശ്വസിച്ചോടാ. അള്ളാഹുവിനതൊരു പ്രശ്ന. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ് വയുഹ്യിൽ അർള ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. രാവിലെയും വൈകുന്നേരം ഓതിയാ നല്ലതാ. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. സുബ്ഹാനല്ലാഹ്. അബൂജഹലിന്റെ മകൻ എ ക്ലാസ് സുന്നി സഹാബി ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു മയ്യിത്തിൽ നിന്ന് ഹയ്യിനെ പുറപ്പെടുവിക്കുന്ന റബ്ബ്. വെറും മയ്യിത്താണ് അബൂജഹൽ, ഒരു വിവരമില്ല, വെറും മയ്യിത്താണ്, ശവമാണ്. ഇല്ലേ, ഇന്നക ലാ തുസ്മിഉൽ മൗത്താന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ? അബൂജഹലിനെ സംബന്ധിച്ച് മരിച്ച ശവമാണ്. പണ്ട് കാലത്ത് താനാൾ ഒരു പ്രശ്നയ്ക്ക് വന്നിട്ട് അന്ന് ആയത്ത് വിശദീകരിച്ചെങ്കിൽ ഇപ്പൊ ഓർമ്മയുണ്ട്. സുഹൃത്തുക്കളെ, യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനില്ലാത്ത ശവം പോലെ കിടക്കുന്ന അബൂജഹലിൽ നിന്ന് നല്ല സജീവമായ ആത്മീയ ബോധമുള്ള മകൻ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു. അബൂജഹലിനല്ല, മകന് വേണ്ടിയാ. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, ഫഖശീനാ യുർഹിഖുമാ തുയാനൻ വകുഫ്റാ. ബാപ്പ ഉമ്മയെ തന്നെ പഴപ്പിച്ചു കളയുമെന്ന് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഭയപ്പെട്ട മകൻ അല്ലേ? അപ്പൊ ചിലപ്പോ നല്ല മനുഷ്യന്മാർക്ക് ബെടക്ക് മക്കൾ, ചിലർക്ക് ബെടക്ക് മനുഷ്യന്മാർക്ക് നല്ല മക്കൾ. സുബ്ഹാനല്ലാഹ്. ജീവനുള്ള കോഴിയിൽ നിന്ന് ജീവനില്ലാത്ത മുട്ട, ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴി, അതിനൊക്കെ കഴിയുന്ന റബ്ബല്ലേ? ആ റബ്ബിന് പാറയിൽ നിന്ന് ഒട്ടകം കൊണ്ടുവരുന്ന ഒരു വിഷയം. സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾ പറഞ്ഞ ഒട്ടകം വരാം, ഗർഭിണിയായ ഒട്ടകം പുറത്തുന്നു. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശം നൽകുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചില്ല കേട്ടോ. ഈ തെളിവ് കണ്ടിട്ടും ഒരു ന്യൂനപക്ഷം മാത്രമേ ഹിദായത്തിലേക്ക് വന്നുള്ളൂ. അല്ലാഹു അതാ പറഞ്ഞത്, കദ്ദബത് സമൂദ് ബിത്തഖ്വാഹാ ഇദിൻ ബഅസ അസ്ഖാഹാ. അവരെന്താ ചെയ്തത്? ഈ മഹത്തായ മുഅ്ജിസത്ത് മുഖേന വന്ന ഒട്ടകത്തെ സംബന്ധിച്ച് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം നാഖത്തല്ലാഹി വസുഖിയാഹാ, ഇതൊരു സാധാരണ ഒട്ടകമല്ല, മുഅ്ജിസത്തായി വന്ന ഒട്ടകമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്പെഷ്യൽ ഒട്ടകമാണ്. അതിനെ നിങ്ങൾ ബഹുമാനിക്കണേ. അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും ബഹുമാനിക്കണ്ടേ. പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തുൽ ബഖറ. ബഖറ എന്ന് പറഞ്ഞാൽ നേരർത്ഥം പശുന. സൂറത്തുൽ ബഖറ എന്ന പശുന്നല്ല, പിന്നെ ആ മഹത്തായ പശു അതിന്റെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് മുഖേന വന്ന ഒരു മുഖേന അത്ഭുതങ്ങൾ, അതിനെ സൂക്ഷിക്കണമെന്ന് സാലിഹ് നബി അലൈഹി സ്വലാം ഉപദേശിച്ചെങ്കിലും സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ സമുദായമായ ബഹുഭൂരിപക്ഷം ആളുകളും സമൂദ് ഗോത്രം സാലിഹ് നബിയെ അംഗീകരിച്ചില്ല. അവർ ഒട്ടകത്തെ കൊല്ലാൻ പോയി. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ. വലിയ ശിക്ഷ അല്ലാഹു തആല അവരിൽ നടപ്പാക്കി. സുഹൃത്തുക്കളെ, നന്മക്കെതിരായി പുറംതിരിഞ്ഞു നിന്നുവെന്ന് മാത്രമല്ല, നന്മ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. വലിയ തെറ്റായിപ്പോയി. അല്ലാഹു തആല കഠിനമായ ശിക്ഷ ശിക്ഷിച്ചു അവരെ എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് തെളിവ് കിട്ടിയത് കൊണ്ട് ആള് സ്വീകരിച്ചോളണമെന്നില്ല. അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണം. പക്ഷേ നമ്മളെ ബാധ്യത നമ്മൾ നിർവഹിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു സാധാരണ മനുഷ്യരല്ല, അള്ളാഹു പറഞ്ഞവന്റെ ദൂതനാണ്. ഞാനത് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്കും അത് തന്നെ ചിന്തിക്കാം. ആരെയും നിർബന്ധിച്ച് വാളെടുത്ത് വിശ്വസിപ്പിക്കുന്നില്ല. ഭാഗത്തിനും പ്രബോധനം എത്തണം. അതല്ലേ SOS-ന്റെ 60ാം വാർഷിക സമ്മേളനം കഴിച്ചു നമ്മൾ. സുബ്ഹാനല്ലാഹ്, എല്ലാ സ്ഥലത്തും എന്തൊക്കെ പരിപാടിയാ വെച്ചത് എല്ലാവർക്കും അറിയില്ലേ? സുബ്ഹാനല്ലാഹ്, പ്രാഥമികമായി 60 വീട്. ഇന്നലെ ഞാൻ മലപ്പുറം ജില്ലയിൽ വെള്ളുവങ്ങാട് ഒരു വീട്ടിന് താക്കോല് ദാനം ചെയ്തു, ദാറുൽ ഖൈർ. അങ്ങനെ എത്ര വീടുകളായി ഇപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. 60 600 6000 ഉണ്ടാക്കാൻ വിചാരിച്ചു. തുടക്കത്തിൽ 60 അല്ലേ? നിങ്ങളെ ഈ ഭാഗത്ത് തന്നെ എത്രയോ വീടുകൾക്ക് താക്കോല് കൊടുത്തില്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അതിനൊക്കെ സഹായിച്ചവർക്ക് സ്വർഗ്ഗത്തിൽ വീട് നൽകട്ടെ. സാധുക്കളെ സഹായിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് പച്ചക്കറിത്തോട്ടം. സുബ്ഹാനല്ലാഹ്, അതേ സമയത്ത് ചിലര് പച്ചക്കറിത്തോട്ടം. നമുക്കതില്ല, കറിയില്ല, കറി, പച്ചക്കറി. കാരണം നമ്മുടേത് ദീനുൽ ഇസ്ലാമാണ്. ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ ദീൻ. അത് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പ്രബോധനം ചെയ്യേണ്ടതാണ്, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. എത്ര ഇങ്ങോട്ട് തെറി പറഞ്ഞാലും പകരം തെറിയില്ല. അതല്ലേ ദീൻ, അതല്ലേ മശായിഖന്മാര് പഠിപ്പിച്ചത്. കേട്ടില്ലേ നിങ്ങൾ? സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹു ലദീന നേരത്തെ പറഞ്ഞില്ലേ? അബ്ദുൽ മലിക്കുൽ ഖസ്റൂരി റളിയല്ലാഹു അൻഹു മുൽതഫിത്തുൻ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല മോനെ എന്ന് കുട്ടിക്കാലത്ത് ഉപദേശം നൽകിയപ്പോ അല്ലാഹുവിലേക്കുള്ള വഴിയിൽ മുന്നോട്ട് നീങ്ങുമ്പോ വേറെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ മഹാനായ അബ്ദുൽ മലിക്കുൽ ഖസ്റൂരി അബ്ദുൽ മലിക്കുൽ ഖസ്റൂരി താങ്കൾ ഓരോ ചൊല്ലാലോരാണ്ട് പാർത്തോവർ ഇവണ്ണം അല്ലാടടുപ്പാൻ കരുതിയിട്ട് 3 കാലം ചുറ്റി നടന്നോവർ. ലോകമൊട്ടാകെ ചുറ്റിത്തടങ്ങി മഹാന്മാരായ പണ്ഡിതന്മാരെ സന്ദർശിച്ചും ഔലിയാക്കളെ സിയാറത്ത് ചെയ്തും സാലിഹീങ്ങളെ സന്ദർശിച്ചും കൂടുതൽ ആത്മീയമായ പുരോഗതി കൈവരിക്കാൻ ശ്രമിച്ച സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തങ്ങൾ, നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്തുക്കളെ, ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരു ചെറിയ കുട്ടീനെ കണ്ടപ്പോ ഈഗിലും എന്നാൻ താരമോനാ കുട്ടി. കുട്ടി ഒരൊറ്റ പൊട്ടിത്തെറിയാണ്. എന്തിനാ സീതേ ആവശ്യമില്ലാത്ത ചോദിച്ചു നടക്കുന്നത്? ഞാനാരാ മോനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങൾക്ക് ആ സമയത്ത് അള്ളാഹ്ക്ക് ദിക്റിയിൽ കൂടെ. കാരണം അബ്ദുൽ മലിക്കുൽ ഖസ്റൂരി തങ്ങള് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുൽതഫിത്തുൽ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. മുശക്കിക്കുൽ ലാ യുഫ്ലി, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. സംശയിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു കൂട്ടരില്ലേ, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. നമ്മളെ വിശ്വാസം നിങ്ങൾക്ക് കേൾക്കണോ? സംശയമുണ്ടായാലും ബറക്കത്തെടുക്കണം, സംശയമുണ്ടായാലും ബഹുമാനിക്കണം. എന്നാ രക്ഷപ്പെട്ടു പോകും. ഞാൻ കർണാടക സ്റ്റേറ്റിൽ സഹോദരന്മാരെ, കർണാടകയിൽ ചെന്നപ്പോ ഒരു പത്രം കിട്ടിയിരിക്കും, കന്നഡ പത്രം. അതിൽ ഞാൻ ഒരാൾ വായിച്ചു കേൾപ്പിച്ചു തന്നു, ഞാൻ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാനും അത് ഇവരറിയുന്നത്. കന്നഡ വായിക്കാൻ എനിക്കറിയില്ല. ഒരു കന്നഡ എഴുതി ഒരു പേപ്പർ, ഒരു കടലാസ് കിട്ടി. അപ്പൊ അതിലെന്താ എഴുതിയത് മനസ്സിലാകുന്നില്ല. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇത് അള്ളാന്റെ പേരാണ്. എന്നാ ഞാനെന്താ വേണ്ടത്? പറഞ്ഞാളാരാ? പറഞ്ഞാളൊരു മുസ്ലിം സഹോദരനാ, കന്നഡക്കാരൻ. അല്ലെങ്കിൽ വളരെ മോശക്കാർ, കള്ളുടിയാണ്. അദ്ദേഹം ഒരു വിശ്വാസയോഗ്യനൊന്നല്ല. പക്ഷെ അയാൾ പറയുന്നത് അള്ളാന്റെ പേരാണ്. എന്നാ ഞാനെന്താ വേണ്ടത്? നീ വിശ്വാസയോഗ്യനല്ല, അതുകൊണ്ട് ഇത് പടച്ചവന്റെ പേരാന്ന് ഉറപ്പിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെച്ചേറ് കൊടുക്കാണ്. മാലിന്യത്തിൽ പറയേണ്ടത് ഈമാനുണ്ടെങ്കിൽ അല്ല, അള്ളാന്റെ പേരാണെങ്കിലോ എന്ന് മനസ്സിലാക്കി നല്ല ബഹുമാനത്തോടെ സൂക്ഷിക്കുക. അതവർ മുമ്പിനാ മെസ്സേജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞു തന്നാള് കൊണ്ടെത്തുന്നാള് മോശമാണോ എന്ന് പരിശോധിക്കണല്ല, സുന്നത്തിയുമായിട്ട് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയാതെ പഴിച്ചുപോയവരുണ്ട്. അല്ലാഹു അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ ഇപ്പോഴതിലേക്ക് കടക്കി. മഹാനവറുകൾക്ക് ഒരു പണ്ഡിതൻ ഒരു കത്തയച്ചു. സാധാരണക്കാരനല്ല, സാധാരണക്കാർ വളരെ മോശമാവും. ഉസ്താദിങ്ങനെ പലതും ഞങ്ങളോട് ഉപദേശിച്ചു.
ദിവസം പഠിക്കുമ്പോൾ ഒരു ദിവസം ജമാഅത്തിനെത്താൻ വൈകിപ്പോയി കുട്ടികൾ. അപ്പൊ ഉസ്താദ് വളരെ ഗൗരവത്തിൽ എല്ലാരെയും വിളിച്ചു കൂട്ടി. ഞാൻ ഇവിടെ വന്നു നോക്കും കുറെ തവളകൾ ചത്തു കിടക്കുന്നു കുളത്തിന്റെ വക്കില്. കുളത്തിൽ നിറയെ വെള്ളമുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോ വെള്ളം കിട്ടാതെ ചത്തുപോയി എന്നാ പറയുന്നത് എന്ന് പറഞ്ഞു. അതായത് പള്ളിയിൽ താമസിക്കുന്ന മുത്തലിമിങ്ങൾ ജമാഅത്തിന് വൈകിപ്പോയി. അതാ കുളത്തിന്റെ വക്കിൽ കുറെ തവളകൾ ചത്തു കിടക്കുന്നു വെള്ളം കിട്ടാതെ എന്ന് പറഞ്ഞത്. അങ്ങനെ ഉസ്താദിന്റെ ഉപദേശം. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഞാൻ ആദ്യത്തെ ദിവസം ദർസിന് വലിയ മഹത്വമുണ്ടല്ലോ. നേരത്തെ ഇവിടെ ഖലീഫകൾ പറഞ്ഞില്ലേ, ദർസിൽ പോയി ചേർന്ന് ആദ്യം തന്നെ ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു എന്നെ. ഉസ്താദിന്റെ കൂടെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചു. കുട്ടിക്ക് ഭക്ഷണത്തിന്റെ ആദാബാദ്യം പഠിപ്പിച്ചിട്ടാ വീട്ടിലേക്കാം. അപ്പൊ ഭക്ഷണം കഴിക്കാനിരുന്ന് ചോറ് തിന്നുമ്പോ ഞാൻ നല്ല കറിയൊക്കെ ഒഴിച്ച് നന്നായി ഉരുട്ടി ഒരു നല്ല ഉരുട്ടയാക്കി ഒരു ഉണ്ടയാക്കി തിന്നാൻ പോകുമ്പോ ഉസ്താദ് ചോദിച്ചു, ഇത് വായിലെത്തിയാ പൊട്ടിപ്പോകൂലേന്ന് ചോദിച്ചു. പിന്നെ ഇതുവരെ ഒരുക്കിയിട്ടില്ല. അങ്ങനെയാണ് ഉസ്താദിന്റെ ശൈലി. ഉസ്താദ് വഫാത്തായി പോയി. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി 12 മണിക്ക് ശേഷം ഉദുവെടുത്ത് പള്ളിയിൽ കയറുമ്പോ പള്ളിയിലാണ് വഫാത്തായി പോയത്. അല്ലാഹു തആല വലിയ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദ് ഒരു ദിവസം പറഞ്ഞു, മക്കളെ ചക്ക കെട്ടാലും മുട്ട കെട്ടാലും ഒരുപോലെയല്ല. എന്താ ചക്ക കെട്ടാൽ അത് മുറിച്ചാൽ കുറെ ഭാഗം തിന്നാൻ സാധാരണക്കാർ മോശമായാൽ അങ്ങനെ ദൂരെ കൊണ്ടുപോയി എറിഞ്ഞാലും സുബ്ഹാനല്ലാഹ് അതിന്റെ നാറ്റം അത് വളരെ അകലെ കഴിഞ്ഞാലേ മാറുള്ളൂ. ഉസ്താദ് അങ്ങനെയാ ഉപദേശിക്കുക. കൂട്ടത്തിൽ ഇബ്രാഹിം ബുസ്തി എന്നൊരു പണ്ഡിതൻ ഇബ്രാഹിം ശേഖരൻ ഒരു കത്തയച്ചു. കത്തിലെ വാചകം എന്താണെന്നറിയോ? പച്ചത്തെറി. ഐ ഏവറും ഇട കോങ്കണ്ണ, ഐ ദജ്ജാലും ഇട ദജ്ജാലേ, ഐ മുബത്തദിയുടെ സുന്നിയല്ലാത്ത മനുഷ്യ, സുന്നത്തിമാത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഇബ്രാഹിം ശേഖരൻ സുന്നിയല്ലാന്ന് അയാൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ യാമം ജമഅ ബൈന റിജാലി വൻ നിസാ, സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ഒരുമിച്ച് തോന്നിയാസം ചെയ്യുന്ന മനുഷ്യ. ഇമാം ഷഹറാനി തബഖാത്ത് പറയാ, കൽബിന്റെ മകൻ കൽബ് എന്നിവരെ വിളിച്ചു. ഞാൻ അതിന്റെ അർത്ഥം പറയില്ല. കൽബ് എന്ന് പറഞ്ഞാൽ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം, 4 കാലുണ്ടാവും, 1 വാലുണ്ടാവും. സാധനം എന്താ നിങ്ങൾ ചിന്തിച്ചോളൂ. ഞാൻ അർത്ഥം പറയാത്ത എന്താ അറിയോ? സുബ്ഹാനല്ലാഹ്. അർത്ഥം പറഞ്ഞാൽ ഇത് ഇബ്രാഹിം ബുസ്തിന്റെ കത്തിലുള്ള അർത്ഥം പറഞ്ഞതാണ് എന്നുള്ളത് അപ്പുറം ഒഴിവാക്കി ഇപ്പുറം ഒഴിവാക്കി ഞാൻ പറയുന്ന അർത്ഥം മാത്രം നാളെ പ്രഭാതത്തിൽ തന്നെ ചിലപ്പോൾ വീഡിയോകളിലുണ്ടാവും. അപ്പോ ജനങ്ങൾ വിചാരിക്കും പേരൊന്നും സംസ്കാരമില്ല. അതുകൊണ്ട് അർത്ഥം പറയാത്തത്. ലോകം അങ്ങനെ ആയിപ്പോയില്ലേ? ഓ സഹോദരന്മാരെ, മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഇത്രയും നെഞ്ഞിച്ച കത്ത് കിട്ടിയപ്പോ റിഫായി ശൈഖ് പ്രകോപിതനായില്ല. ഒരു കഷ്ണം കടലാസെടുത്തിട്ട് എഴുതുകയാണ്, അവിടുന്ന് ചൊല്ലുകയാണ്, ദസ്തൂബാലിമൻ റമാനി ബിരീബതി ഇദാ കുന്തു ഇൻദല്ലാഹി ഖൈറ മുരീബി യറായ അൽ മദീൻ. എഴുതുകയാണ് മഹാനവറുകൾ, അയ്യുഹ ശൈഖ് ഇബ്രാഹിമുൽ ബുസ്തി, പ്രതിപക്ഷത്തുള്ള ഈ ചീത്ത പറഞ്ഞ മുസ്ലിയാരെ ബഹുമാനത്തോടെ തന്നെ വിളിക്കുകയാണ് ശൈഖ് ഇബ്രാഹിമുൽ ബുസ്തി. നമ്മ ഖൗലുക്കല്ലദീ ഖുൽത, നിങ്ങൾ പറഞ്ഞ സംഗതിയുണ്ടല്ലോ, ഫഇന്നല്ലാഹ ഖലഖനീ കമാ യശാ, അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ അവൻ എന്നെ പടച്ചിരിക്കുകയാണ്. വഅസ്കനനീ ഫീമാ യശാ, അവൻ ഇതുപോലെ അവൻ എന്നെ താമസിപ്പിച്ച് അവരോധിച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ആ ദുഷിച്ച കത്തയച്ച പണ്ഡിതന്റെ കൈവശം ലഭിച്ചപ്പോൾ, സുഹൃത്തുക്കളെ, അതാ ആ പണ്ഡിതനും കൂടി ഹിദായത്താകാൻ വകുപ്പാവുകയാണ്. ആ പണ്ഡിതൻ ചിന്തിക്കുകയാണ്. അതാണ് റിഫായി മലയിൽ പറഞ്ഞത്, വിശല് കേട്ടേ ഹാത്തൊന്ന് ഇബ്രാഹിം എന്നോവർ എഴുതി കൊടുത്തരെ ഉത്തീരം ചൊന്നോവർ. അപ്പോൾ മാറൂഹത്ത് നോക്കി ശംഭൂക്ക് അറിഞ്ഞില്ല ഞാനീവർ പൊരീശയെന്നോവർ. സുൽത്താനുല്ലമ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മർഹബൻ ബിഹുദൂഇൻ طلعت فينا مرحبا بشموس حضرت بنا ترحيبا بنجوم ظهرت لنا تشريفا لضيوف لاحت معنا حبذا التكريم ضاء سرور وهنا
تبا للأعداء جاء فتوح ومنى مرحبا إن طلعت فينا مرحبا بشموس حضرت بينا بشرانا يا أهل السنة كم لنا من ثنا سلطان العلماء قائدنا ركن عنايتنا بشرانا يا أهل السنة كم لنا من ثنا سلطان العلماء قائدنا ركن عنايتنا رئيس العلماء بدر الملة زينا وأمنا كم سادات كم علماء في جمعيتنا سبحان الخالق ربي ما شاء قد كان يوم ما حقق فخر شيخنا قد كان يوم ما زين مثل درس قد زانا مما فاخر شيخنا يحسان. ഓ സുഹൃത്തുക്കളെ, എന്താണ് ലോകം? മഹാനായ കാണുന്ന ബഹുമാനം, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ, വിദ്യാഭ്യാസ ലക്ഷണം, ലോകം കൊടുക്കുകയുള്ള നല്ലവർ. ഞാൻ 2 ദിവസം മുമ്പ് മഹാനായ ഉസ്താദ് അവറുകളെ സൗദി അറേബ്യയിൽ ജിദ്ദ എയർപോർട്ടിൽ കുറെ പോലീസ് വണ്ടികളോടുകൂടി പോലീസ് റിയാദിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിച്ച ഷെയ്ഖ് റഫീഖ് എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകൻ ഉണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ഖൈർ ചെയ്യട്ടെ. അദ്ദേഹവുമായി 2 ദിവസം മുമ്പ് ഞാൻ ദുബായിൽ വെച്ച് സംസാരിച്ചു. അദ്ദേഹം എന്നോട് ഏത് സഹായങ്ങളും സഹകരണങ്ങളും നൽകുമ്പോ അത് മുടക്കാനും അതില്ലായ്മ ചെയ്യാനും പലരും എന്നെ വിളിക്കുകയും പറയുകയും ചെയ്യും. ഞാൻ അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ഈ സമുദായത്തിന് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു. അതേ സമയത്ത് ഞാൻ കേരളത്തിലില്ല, ഞാൻ വിദേശ നാട്ടിലാണ് എത്രയോ കാലം. കേരളത്തിൽ കാണുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ആയിരങ്ങൾക്ക് വിദേശത്ത് തൊഴിൽ വാങ്ങിച്ചു കൊടുത്ത പണ്ഡിതനാരാണ്? ആയിരക്കണക്കിന് പള്ളികൾ, ആയിരക്കണക്കിന് കിണറുകൾ ഇന്ത്യ രാജ്യത്ത് പല സ്ഥലങ്ങളിലും കുഴിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്തു കൊടുത്തതാരാണ്? ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വളർത്തിയതാരാണ്? ആയിരക്കണക്കിന് യതീമുകളെ വളർത്തി ഉന്നത സ്ഥാനത്തെത്തിച്ചതാരാണ്? ഞാനിങ്ങനെ ഓരോ വിഷയം ചോദിക്കുമ്പോ അവസാനം എന്നെ ഏതായിരുന്നാലും മുടക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോ അവര് പറഞ്ഞു, നല്ല എന്നെ നിങ്ങൾ ഞങ്ങളോട് കൂടെ ഉണ്ടായാ മതി. സഹോദരന്മാരെ, ഞാനിത് പറഞ്ഞു വന്നത് ആ ശൈലിയിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്തുകൊണ്ട് നമ്മുടെ പണ്ഡിത നേതൃത്വത്തെ ആദരിക്കുന്നു? മോഹനന്റെ വഴി അല്ലേ? കേട്ടെ, ഖത്തൊന്ന് ഇബ്രാഹിം എന്നോവർ എഴുതി കൊടുത്താരെ ഉത്തീരം ചൊന്നോവർ അറിയുമില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് മറുപടി എഴുപ്പതാണ്. അപ്പോൾ മാറൂഖത്ത് നോക്കി ഭാഷം ബൂക്ക് അറിഞ്ഞില്ല ഞാനിവർ പോരീശായെന്നോവർ. ഞാൻ ഈ മഹാന്റെ വ്യക്തിത്വവും മഹത്വവും എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പണ്ഡിതനും കൂടി സന്മാർഗത്തിലേക്ക് വരുന്നു. അതാണ് ഉലമാഇന്റെ വഴി. ആ വഴി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഏറ്റവും വലിയ പ്രബോധനമാണ് അദ്ദഅവത്തു താമ്മ, ബാങ്ക്. അതിലതാ ഹയ്യാല സ്വലാഹ് വലത്തോട്ട് തിരിഞ്ഞ് 2 പ്രാവശ്യം പറഞ്ഞപ്പോ ഹയ്യാലൽ ഫലാഹ് ഇടത്തോട്ട് തിരിഞ്ഞ് 2 സമയം പറയാണ്. കാരണം വലത്തുള്ളവരോടും പ്രബോധനം വേണം, ഇടത്തുള്ളവരോടും പ്രബോധനം വേണം. വെറും ഇടത്ത് മാത്രം പ്രബോധനമല്ല, വെറും വലത്ത് മാത്രം പ്രബോധനമല്ല. പ്രബോധനം ചെയ്യുന്ന പണ്ഡിതന്മാർ എല്ലാവർക്കും പ്രബോധനം ചെയ്യണം. അതല്ലേ ഹയ്യാല സ്വലാഹ്. വലത്ത് ഭാഗത്തോട്ട് 2 പ്രാവശ്യം, ഇടത്തോട്ട് ഹയ്യാലൽ ഫലാഹ് 2 പ്രാവശ്യം. എല്ലാവരെയും ക്ഷണിക്കുകയാണ് പള്ളിയിലേക്ക്, ദീനിലേക്ക്.
പക്ഷേ പ്രകോപനമില്ലാതെയാണ്. അവസാനം ആര് വന്നാലും വന്നില്ലെങ്കിലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സത്യത്തിനാര് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും മാറ്റമില്ല. ഇതാണ് വയുസ്കറ ഫീഹി ഇസ്മുഹു, അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെടാനാണ് പള്ളി. അവിടെ നിസ്കരിക്കുന്നവർ റിജാലുൻ, പുരുഷന്മാരാണെന്ന് ഖുർആൻ പറഞ്ഞു. പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു. സ്ത്രീകളോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വീടാണ് ഖൈർ, വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പഠിപ്പിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയൊരു പ്രബോധകനോ ഒരു പണ്ഡിതനോ ഒരു നേതാവോ ഒരു നബിയോ ഒരു മലക്കോ ഒരു സിദ്ധിയും ഇല്ലേ ഇല്ല. ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഒരു ഭാര്യയോ പെൺകുട്ടിയോ ഒരാളും ജുമുഅ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയത് കാണുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുന്ന സ്ത്രീകൾ, സഹാബത്തിനെ പിന്തുടരുന്ന സ്ത്രീകൾ, അയിമ്മത്തിനെ പിന്തുടരുന്ന സ്ത്രീകൾ, സാലിഹീങ്ങളെ പിന്തുടരുന്ന സ്ത്രീകൾ അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പിന്നെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയം കുറെ നേരമായാലും ഞങ്ങൾ ഉസ്താദ് വന്നിട്ട് നിർത്തണം എന്ന് നേരത്തെയോ പറയപ്പെട്ടതുകൊണ്ട് ഞാനൊരു പ്രസംഗം ഇവിടെ വെച്ച് നിർത്തുന്നു. അതുവരെ കൊണ്ടുപോകൽ എന്റെ ബാധ്യതയായിരുന്നു, അത് നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീനിന്റെ ഖിദ്മത്തിന്, നമ്മുടെ ഗുരുവര്യന്മാർക്കും നമ്മുടെ ഉസ്താദുമാർക്കും മുഴുവൻ പ്രവർത്തകന്മാർക്കും അല്ലാഹു തആല കൂടുതൽ കൂടുതൽ നല്ല കാര്യം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം എല്ലാ സ്ഥലങ്ങളിലും സജീവമാക്കണം. നമ്മുടെ സിറാജ് പത്രം എല്ലാ സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കണം. സുന്നി വോയിസും അതുപോലെ റിസാലയും സുന്നത്തുമൊക്കെ നമ്മൾ തന്നെ പ്രചരിപ്പിക്കുകയും വായിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം. നമ്മുടെ ഇസ്ലാമിക് മീഡിയ മിഷൻ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ശബ്ദം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിദേശത്തും നാട്ടിലുമൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നു. ആ ഇസ്ലാമിക് മീഡിയ മിഷന്റെ ഒരു പ്രധാന പ്രവർത്തകനായിരുന്നു നമ്മുടെ 6ാം വാർഷികം കഴിഞ്ഞു പോകുമ്പോൾ മരണപ്പെട്ടുപോയ ആബിദ്. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതിൽ ഭാഗമാക്കാവുന്നവരും അതിനുവേണ്ടി കൂട്ടുചേരുന്നവരും വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഏറ്റിത്തരുമാറാകട്ടെ. നമുക്ക് ഇനിയും ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരുപാട് സാധുക്കളെ സഹായിക്കേണ്ടതുണ്ട്. ഒരുപാട് നല്ല നല്ല പള്ളികളും മദ്രസകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉയർത്തേണ്ടതുണ്ട്. അവരെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി സഹായിക്കണം, സഹകരിക്കണം. ഞാൻ ഒറ്റ വാക്കും കൂടി നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ക്രിസ്തീയ സമുദായം, അവരിൽ ഒരുപാട് പാർട്ടിക്കാരുണ്ട്. കേരള കോൺഗ്രസിന് എത്രയുണ്ട്, പിന്നുള്ള കോൺഗ്രസ് എത്രയുണ്ട്? എല്ലാ പാർട്ടിയിലും ക്രിസ്ത്യാനികളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ അടുത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അടുത്ത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഭരണം ഇവിടെ LDF ഭരിച്ചപ്പോ ബേബിയാണ് വിദ്യാഭ്യാസം. അദ്ദേഹം ക്രിസ്തീയ സമുദായം. അവരുടെ പുരോഹിതന്മാര്, അച്ഛന്മാർ എന്ത് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നുണ്ടോ അവരുടെ സമുദായം ഒന്നടങ്കം പാർട്ടി നോക്കാൻ എല്ലാവരും അവരെ പുരോഹിതന്മാരെ ശക്തിപ്പെടുത്തുന്നു, അവരെ പണ്ഡിതന്മാർക്ക് കരുത്തു നൽകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സമൂഹത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നു. അതേ ഒരു നിലപാട് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിമീങ്ങളും ഒരുപോലെ സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകളെയും ഖലീൽ തങ്ങളെയും നമ്മുടെ നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിലും പുറത്തും ഇന്ത്യ രാജ്യത്ത് എത്രയെത്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്തിവരാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഞാൻ അവരോട് അസൂയ ഉണ്ടായിട്ട് പറഞ്ഞതല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ നാദാപുരത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ തന്നെയാണ് എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നതും പറഞ്ഞു തന്നതും. സിറാജുൽ ഹുദയുടെ എല്ലാ സ്ഥാപനവും ഉസ്താദ് ഓരോരുത്തർ പറഞ്ഞയച്ചിട്ട് അവരെ ഫോട്ടോ എടുത്ത് മറ്റേ ഫോട്ടോ എടുത്ത് അങ്ങനെയാണല്ലോ. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ സാഹിർ പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുള്ള വേറൊരു പള്ളി ഉണ്ടാക്കാനും അതുപോലെ വേറൊരു മദ്രസ ഉണ്ടാക്കാനും. അപ്പോ ഉസ്താദ് അയച്ചു തന്നു ചിലരെ, ഔഖാഫിൽ നിന്ന് മറ്റൊക്കെ വരുന്ന ചിലരെ അയച്ചു തന്നു. അവരെ കൊണ്ടുപോയി ഓലശെറ്റ് കാണിച്ചു കൊടുത്ത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ കൊണ്ടുപോയിട്ട് വേറൊരുത്തർക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ പള്ളി ഉണ്ടാക്കി മനസ്സുണ്ടാക്കി. അങ്ങനെയാണ് സിറാജുൽ ഹുദ ഞാൻ കെട്ടിപ്പടുത്ത് ഇങ്ങനെ വളർത്താൻ വേണ്ടി നിങ്ങളൊക്കെ സഹകരിച്ചു. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അതിന്
അതിന് സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും ഒക്കെ അള്ളാഹുവിന്റെ പ്രതിഫലം തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നാദാപുരത്ത് ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 2500 കുട്ടികൾ പഠിക്കുന്നല്ലോ. 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് സിറാജുൽ ഹുദയുടെ കീഴിൽ. അതിൽ ഈ കേരളത്തിൽ 24 സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് കഴിഞ്ഞ SSLC പരീക്ഷയിൽ. അതിലൊന്ന് പാറക്കടവ് ദാറുൽ ഹുദ സ്കൂളാണ്. അതുകൊണ്ടാണ് അവിടെ ചെറിയൊരു രോഗം ഉണ്ടായത്. ഞാൻ പറഞ്ഞുകുട്ടി TC വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെക്കാളൊക്കെ എത്രയോ കൂടുതൽ അഡ്മിഷനാണ് എന്ന സന്തോഷവും കൂടി ഞാൻ നിങ്ങളോട് പറയാം. സഹോദരന്മാര്, അവിടെ ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു ദിവസം ഞാൻ രക്ഷിതാക്കളെ മീറ്റിംഗിന് കയറി ചെല്ലുമ്പോൾ SI നോബൽ സാർ പ്രസംഗിക്കുന്നുണ്ട്. അയാളൊരു രക്ഷിതാവ്, അയാളെ മകനും പഠിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം ക്രിസ്തീയ സമുദായം. അദ്ദേഹത്തോട് മാനേജർ ഇസ്മായിൽ സഖാഫി എന്നോട് പറഞ്ഞു, സാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ പള്ളിന്റെ അടുത്തും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണം നാദാപുരം ഏരിയയിൽ, എന്നാ വലിയ കുഴപ്പമില്ലാണ്ടൊക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെ കോട്ടയം ഭാഗത്തൊക്കെ ഞങ്ങളെ പുരോഹിതന്മാരങ്ങനെയാണ്, എല്ലാ ചർച്ചിന്റെ അടുത്തും വിദ്യാഭ്യാസ സ്ഥാപനം ഉയർത്തുന്നു. ഞാൻ പറഞ്ഞു, പടച്ച റബ്ബേ, ആ കോട്ടയത്തൊക്കെ ആ സമുദായത്തിലുള്ള ആളുകൾ പിന്തുണക്കും പോലെ നമ്മുടെ സമുദായത്തിനും നമ്മളെ പിന്തുണച്ചിരുന്നുവെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് ശൈഖന ഉസ്താദവറുകളും ഉസ്താദിന്റെ സഹകാരികളും ഉസ്താദിന്റെ കൂടെയുള്ള സാദാത്തുക്കളും മാലിമീങ്ങളും ശിഷ്യന്മാരും ഒക്കെ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് നടക്കൂലായിരുന്നോ? പക്ഷെ അതെങ്ങനെയുണ്ട് സ്റ്റേ ചെയ്യാൻ ചിന്തിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ വളർന്നുപോയില്ലേ? അള്ളാഹു അവർക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ.